ഹായ് ഓൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കുറച്ച് നാൾ മുന്നേ എല്ലാവരും ന്യൂസ് പേപ്പറിലും വാട്സാപ്പിലും ഇന്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അവരുടെ 6 ഡെറ്റ് സ്കീംസ് നിർത്തി എന്നുള്ളൊരു കാര്യം. പല ആളുകളും പെട്ടെന്ന് പാനിക്കായി, ആൾക്കാരൊക്കെ ഷോക്ക്ഡായി. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് എങ്ങനെ പൈസ എടുക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും ഡൗട്ട് ചോദിച്ചിരുന്നു. എന്താണ് ഇനി ചെയ്യുക, ഇങ്ങനെ ഇനി എല്ലാം ഫണ്ടിനും സംഭവിക്കുമോ എന്നൊക്കെ. സോ ഇതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കീപ് വാച്ചിങ്. മ്യൂച്വൽ ഫണ്ട്സ് ബ്രോഡ്ലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും അതേപോലെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സും. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനികളുടെ ഇക്വിറ്റിയിലാണ് അഥവാ ഓഹരികളിലാണ്. അതേപോലെ തന്നെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കടപ്പത്രങ്ങളിലാണ് അഥവാ ബോൺസും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലുമാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ പെട്ടെന്ന് റിഡംഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഥവാ പൈസ തിരിച്ചെടുക്കാൻ റിഡംഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ആ സ്കീമിന് ക്യാഷ് ആയിട്ട് കുറച്ച് ഹോൾഡിങ്സ് ഉണ്ടാവും. അതിൽ നിന്നാണ് എടുത്ത് കൊടുക്കുക. ഇനിയും വീണ്ടും ആളുകൾ അടുപ്പിച്ച് റിഡംഷൻ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി എന്താ ചെയ്യുക? അവർ ഹോൾഡ് ചെയ്യുന്ന ആ ഇക്വിറ്റി, ആ കമ്പനികളുടെ ഓഹരികൾ വിൽക്കും. സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റിട്ട് ആ പൈസ കൊടുക്കും. പക്ഷേ ഡെറ്റ് ഫണ്ട്സിൽ അങ്ങനെയല്ല. ഡെറ്റ് ഫണ്ട്സിന്റെ സ്കീമിൽ പൈസ ഉണ്ടാവും, ഇല്ലാന്നില്ല. ആൾക്കാർ റിഡംഷൻ കൊടുക്കുമ്പോൾ ആ ക്യാഷിൽ നിന്നാണ് എടുത്ത് കൊടുക്കുക. പക്ഷേ ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കമ്പനികളുടെ കടപ്പത്രങ്ങളിലാണ്. കടപ്പത്രം എന്ന് വെച്ചാൽ ഈ കമ്പനീസിന് ഈ ഡെറ്റ് സ്കീംസ് പൈസ വാങ്ങിച്ചതൊക്കെ കടമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കടപ്പത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ട്. ആ മെച്യൂരിറ്റി ഡേറ്റിന്റെ മുന്നേ അത് റിയലൈസ് ചെയ്യാൻ പറ്റൂല. അതുമാത്രമല്ല, ഇൻട്രസ്റ്റ് ഈ ഡെറ്റ് സ്കീംസിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ആ കമ്പനികളുടെ കടപ്പത്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റും കിട്ടും. അത് മാത്രമല്ല, അത് ഫുള്ള് റിയലൈസ് ചെയ്യാനായിട്ട് മെച്യൂരിറ്റി ഡേറ്റും ഉണ്ട്. ഈ 2 കേസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടമാനം റിഡംഷൻ വന്നാൽ എന്ത് സംഭവിക്കും? ക്യാഷ് ഓൾറെഡി കുറച്ചുണ്ടെങ്കിൽ, സ്കീമിന് കുറച്ചുണ്ടെങ്കിൽ അവർ ആദ്യം കൊടുക്കും. എന്നാൽ ഒരുപാട് ആളുകൾ ഇതിൽ റിഡംഷൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിച്ചതാണ് ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിന്. കഴിഞ്ഞ 1 മാസമായിട്ട് ഏകദേശം 20,000 കോടി എമൗണ്ടിനാണ് റിഡംഷൻ വന്നത്. അപ്പോൾ കുറെ റിഡംഷൻ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് തീരും. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിൽ പല ബോണ്ട് പേപ്പേഴ്സും ഉണ്ടാവും, കടപ്പത്രങ്ങൾ ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ടാവും. എ ബോണ്ട്സും അതേപോലെ തന്നെ എ റേറ്റഡ് ബോണ്ട്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ചീപ്പായിട്ടുള്ള അധികം ക്വാളിറ്റി ഇല്ലാതെ A- താഴേക്കുള്ള ബോണ്ട്സും ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി ഡെറ്റ് സ്കീംസിൽ നല്ല റിട്ടേൺ കിട്ടണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട്സിലൊക്കെ ഏകദേശം 9% റിട്ടേൺ. ഈ കൂടുതൽ റിട്ടേൺ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ലോ ക്വാളിറ്റി പേപ്പേഴ്സ്, ഈ ചെറിയ കമ്പനീസ്, പേര് കേൾക്കാത്ത സ്റ്റേബിൾ അല്ലാത്ത കമ്പനീസിലെ കടപ്പത്രങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവര് കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊറട്ടോറിയം അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ COVID-19 ക്രൈസിസ് വന്നപ്പോൾ ഈ കമ്പനികൾക്ക് ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള ആവതില്ല. അതുമാത്രമല്ല, കണ്ടമാന ആളുകൾ ഈ ഫണ്ടിൽ നിന്ന് റിഡംഷനും ചെയ്തു. അപ്പോൾ ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിക്ക് ഇത് കൊടുക്കാൻ പറ്റിയില്ല. ഇവര് ഓൾറെഡി കുറെ റിഡംഷൻ വന്നപ്പോൾ AA പേപ്പേഴ്സ് ഒക്കെ സെല് ചെയ്തു. ബോണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ ഇക്വിറ്റി മാർക്കറ്റ് പോലെ ബോണ്ട് പേപ്പേഴ്സ് സെല് ചെയ്യുന്ന മാർക്കറ്റാണ്. അപ്പൊ ഓൾറെഡി ആ കടപ്പത്രം വേറൊരു ആൾക്കാർക്ക് സെല് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റി കടപ്പത്രമാണെങ്കിൽ, ബോണ്ട്സ് ആണെങ്കിൽ ആൾക്കാർ വാങ്ങിക്കാനുണ്ടാവും. പക്ഷെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇതിൽ താഴെയുള്ള ബോണ്ട് പേപ്പേഴ്സ് വാങ്ങിക്കാനായിട്ട് ഇതിൽ ആളില്ല. അപ്പോൾ ലിക്വിഡിറ്റി ക്രഞ്ച്, കയ്യിൽ പൈസ ഇല്ലാതെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് പൈസ കൊടുക്കാനുള്ള ആവതില്ലാതെ, യൂഷ്വലി കുറച്ച് ചെറിയൊരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് വേറെ ബാങ്ക്സിൽ നിന്നൊക്കെ ഇവര് കടം കൊടുക്കും. എന്നിട്ടാണ് ലെൻഡ് ചെയ്ത മണിയാണ് കൊടുക്കുക. ഈ ലെൻഡ് ചെയ്തിട്ട് അതിൽ വരുന്ന ഇൻട്രസ്റ്റും ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നാണ് പിടിക്കുക. അതായത് ഒരു മെച്യൂരിറ്റി ഈൽഡ് ഉണ്ട്. 6% ആണ് ആ ഡെറ്റ് സ്കീം തരണമെങ്കിൽ, ഇൻട്രസ്റ്റ് 8% ആണെങ്കിൽ 6% ഈ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് പിടിക്കും, ബാക്കി 2% കമ്പനി ഇടും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ
എന്താ സംഭവിച്ചത്? ഈ RBI ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, ലിക്വിഡിറ്റി ക്രഞ്ച് വന്നപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ ടെംപ്ലിട്ടൺ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസിന് പൈസ കൊടുക്കാനാവുന്നില്ല. അത് കാരണം അവർ ഈ സ്കീംസ് ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, അയ്യോ ഈ സ്കീംസ് ക്ലോസ് ചെയ്യുന്ന ഓക്കെ, ഇങ്ങോട്ട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിക്കാൻ പറ്റില്ല, ഓക്കെ, പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിനും സെബി റെഗുലേഷൻസിൽ ഒരു ആക്ട് പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിന് ഇങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം. എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ പൈസ പോയി എന്നല്ല, ഇത് ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരു NAV വാല്യൂ ഉണ്ടാവുമല്ലോ. ആ NAV വാല്യൂ ഈ പൈസ, ഈ ഫണ്ട്സ് മെച്യൂരിറ്റി വരുമ്പോൾ ഈ കമ്പനീസ് പൈസ റീപേ ചെയ്യുമ്പോൾ ഈ NAV വാല്യൂ പതുക്കെ പതുക്കെ കൂടും. അതിനനുസരിച്ചിട്ട് ഇവര് ഈ ഇൻവെസ്റ്റേഴ്സും പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ആ പൈസ വരുന്ന അനുസരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ DHFL കമ്പനിയിൽ വന്ന ഡിഫോൾട്ടും അതെങ്ങനെയാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെ എഫക്ട് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡെറ്റ് ഫണ്ട്സിൽ പണ്ടൊക്കെ എല്ലാവരും കണ്ണും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, സൂക്ഷിക്കണം. കുറച്ച് കുറവുണ്ടെങ്കിലും അത് അങ്ങോട്ട് പൈസ തിരിച്ചെടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഡെറ്റ് ഫണ്ട്സിന്റെ ഇതിൽ ലോജിക്ക് വളരെ സിമ്പിളാണ്. DDD എന്ന് പറയും. ഡെറ്റ് ഫണ്ട്സിൽ പേയ്മെന്റ്സിൽ കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ഡിഫോൾട്ട് ആവും. സോ ഒരു ഫണ്ടിന് അതങ്ങനെ സംഭവിച്ചു. ഫ്രാങ്ക്ലിൻ ടെംപ്ലിട്ടൺ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്. ഇത്രയും റെപ്യൂട്ടഡ് ബ്രാൻഡ്, നല്ല റിട്ടേൺ കൊടുത്തിരുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഇത് സംഭവിച്ചാൽ ഒബ്വിയസ്ലി വേറെ കമ്പനീസിന്റെ ഡെറ്റ് സ്കീംസിനും ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് ഏറ്റവും ബെസ്റ്റ് മിറ്റിഗേറ്റ് ചെയ്തിട്ട് ഇപ്പൊ കുറെ ആളുകളുടെ എമർജൻസി ഫണ്ടൊക്കെ ഡെറ്റ് സ്കീംസിലാണ് കിടക്കുന്നത്. അത് തിരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ക്രൈസിസോ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ആർക്കും ഡെറ്റ് സ്കീംസിൽ എക്സ്പോഷർ ഇല്ല. കാരണം പണ്ടൊക്കെ വളരെ എല്ലാവരും റിസ്ക് ഫ്രീ റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന സാധനമാണ് ഈ ഡെറ്റ് സ്കീംസ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇത്രയും നെഗറ്റീവ് NAV ഒക്കെ വരുമ്പോൾ ആളുകളാകെ പാനിക്കാണ്. ഇത്രയേ ഉള്ളൂ, ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് RBI 50,000 കോടി രൂപ ഒരു ഫണ്ട് പോലെ മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ റിഡംഷൻ വരെയാണെങ്കിൽ ഇതിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസിന് പൈസ എടുത്ത് കൊടുക്കാം. പക്ഷേ വീണ്ടും ഈ ന്യൂസിന് ശേഷം നല്ല റിഡംഷൻ വന്നു. ഇപ്പൊ ആ ഫണ്ടും ഓൾമോസ്റ്റ് എക്സോസ്റ്റഡ് ആവാൻ ആയി. അപ്പൊ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫ്രീ ടു ആസ്ക്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.